അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളെ കാസർഗോഡിലത്തെ മീൻ മുളക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തുക, ഓളെന്ന് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മീൻ മുളക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുള്ള വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത്. 3 പച്ചമുളക് നടുവിൽ മുറിച്ചത്, 1 തക്കാളി ഇടി, 2 ഉള്ളി കുനുകുനാമ മുറിച്ചത്, കറിച്ചപ്പല, വെള്ളുള്ളി അങ്ങനെ ഇടിയോടെ കുത്തിയത്, ഇഞ്ചിയും കുറച്ച് കുത്തിയത്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് കുറച്ച് കട്ടിയില്ല ചട്ടിയേക്കാം. ചട്ടി നല്ല പറഞ്ഞെങ്കിൽ ഇതെല്ലാം കേട്ടോ മണ്ണിന്റെ ചട്ടിയായിട്ട് വെക്കേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് മണ്ണിന്റെ ചട്ടിയില്ല. മണ്ണിന്റെ ചട്ടിയില പൊട്ടി തീർന്നു. മണ്ണിന്റെ ചട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആകാം. പക്ഷെ നമുക്ക് എന്താ മണ്ണിന്റെ ചട്ടിയില്ല. നമുക്ക് എന്താക്കാം, ചട്ടിയിലാണെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ ചട്ടിയിൽ അഡ്ജസ്റ്റ് ചട്ടി കത്തിച്ച് അപ്പൊ ഈ വെള്ളമെല്ലാം ആട്ടെ. സ്റ്റീലിന്റെ ചട്ടിയിൽ വെക്കാമല്ലോ മീൻ കറി. മണ്ണിന്റെ ചട്ടി വേണത്തില്ല. മണ്ണിന്റെ ചട്ടി കാണാൻ ഭയങ്കര സൂപ്പർ ഉണ്ടാവും. നമുക്ക് ഇഷ്ടം. പക്ഷെ എല്ലാം പൊട്ടിപ്പോയി. എന്താ ചെയ്യാനാ ഗൈസ്, വാങ്ങാൻ പോകാണ്ട് ടൈം കിട്ടിയിട്ടില്ല. ഇവിടെ നല്ലൊരു ചട്ടി എന്റെ കണ്ണിന് കണ്ടിട്ടില്ല. വാങ്ങണം. പക്ഷേ സെറ്റ് ആക്കണം. സെറ്റ് ചൂടായിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടായിട്ടുണ്ടതാ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാ. ഉലുവ നല്ല പൊട്ടി സെറ്റ് ആവുന്നുണ്ട്. ഒരു മൈലപ്പുറം കിട്ടണം. ഇല്ലെങ്കിൽ എണ്ണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് എണ്ണൻ്റെ അടുത്ത് മാറി കിട്ടുന്ന നല്ലതായിരിക്കും. കടലെടുക്കുമ്പോൾ നല്ല നമുക്കില്ലേ നമ്മളെ കുനുകുനാന്ന് അരിഞ്ഞ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുനുകുനാന്ന് അരിഞ്ഞ പച്ചമുളക് ഇട്ടണം. പച്ചമുളക് ഉള്ളിൻ്റെ ഒക്കെ കൊണ്ടേ എല്ലാവർക്കും ഇതിനുള്ളിൽ നിന്ന് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് വരട്ടെ. അപ്പൊ ഇല്ലേ പെട്ടെന്ന് ഉള്ളി തക്കാളിയല്ല ക്ഷീണിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉപ്പ് കൊണ്ടുമ്പോൾ എല്ലാവരും കുറച്ച് ക്ഷീണിക്കും. തക്കാളിയെല്ലാം നിർത്തിയിട്ട് കുറച്ച് ക്ഷീണിച്ചിട്ട് സെറ്റായി കിട്ടും. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിലിട്ടാൽ മതി. ആവശ്യത്തിലിട്ടെങ്കിൽ അറിയാലോ ചോറയ്ക്കാനിരിക്കും മണിപ്പായൻ്റെ ഉപ്പ് കൂടിയിട്ട് ആവശ്യത്തിലിട്ട് മൂടിയിട്ട് വെക്കാം. അതാ കുറച്ചൊക്കെ ബാടിച്ച് കിട്ടും. ബിയ്യോ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് തക്കാളിപ്പണ്ണ ചോദിച്ചിരുന്നിട്ടുണ്ട്. ഇട്ടിട്ടായിട്ട് തക്കാളിപ്പണ്ണിനെ അങ്ങോട്ട് കഴിക്കാൻ കിട്ടാം. തക്കാളിപ്പണ്ണും ചട്ടിൻ്റെ ഉള്ളിൽ പോയി തക്കാളിപ്പണ്ണും കുറച്ച് ക്ഷീണിച്ചിട്ട് കഴിക്കാൻ പോയ തക്കാളിപ്പൊന്നും വാടിയിട്ട് നല്ലപോലെ എന്ത് ചെയ്തു വറുത്തുണ്ടല്ലേ വറുത്താമത്തെ ഇങ്ങനെ പോക്ക പോകുന്ന. അപ്പൊ ഇനി അടുത്തത് നമുക്ക് എന്താ കെപ്പക്കായത്തികളെ മിത്രത്തിന് ഇട്ട് കൊടുക്കാം. അതായത് നമ്മളെ പുളിവെള്ളം ഗർഭിണികളെ ഇഷ്ടപ്പെട്ട പുളി. അപ്പൊ നമുക്ക് ഈ പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കും. അതും കൂടി അങ്ങോട്ട് മിക്സാക്കി. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് മുളകല്ല സോറി മഞ്ഞപ്പൊടി. മുളക് മഞ്ഞപ്പൊടി വെച്ചാൽ ഞാൻ അപ്പൊ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനൊരു ചങ്ങായി വേണ്ടേ നമ്മളെ കുരുമുളക് പൊടി. ചങ്ങായിനെ ഇട്ട് കൊടുക്കാം. ചങ്ങായി അങ്ങോട്ട് തിളക്കട്ടതില്ല രണ്ടും ആറെല്ലാം കൂടിയിട്ട് ചട്ടിയിൽ നല്ലപോലെ പൊടി കളിച്ചിട്ട് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മൾ പ്രധാനപ്പെട്ട ആളെ ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ മുളക്. അരച്ചമുളക് അരച്ചിട്ട് തന്നെ വെക്കണം. ഈ മുളക് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് തന്നെ വെക്കുന്നത്. മുളകിനൊന്നും ഒരു കണക്കൊന്നുമില്ല. ഒരു ഇഷ്ടമുള്ള പോലെ ചില ആൾക്ക് അങ്ങനെയല്ല ഇഷ്ടം. ഞാനിങ്ങനത്തെ ഒരു കയ്യിൽ ഒരു 2.5 നിറച്ചുകൂട്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു 5 സ്പൂൺ 5-6 സ്പൂൺ. ഇതെല്ലാം നല്ല പോലെ ഇതിന്റെ പച്ചമണം നല്ല പോലെ കൂട്ടാവും. തളിച്ചിട്ട് കേസപ്പോ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കളിച്ച ആൾക്കെല്ലാം കുറച്ച് വെള്ളം കൊടുത്തെങ്കിലാ കുറച്ച് ദാഹജലം ഒഴിക്കാം.
ആവശ്യത്തിനുള്ള ദാഹജലം ഒഴിക്കാം. കുറച്ചും കൂടി വെക്കാം. കുറച്ചും കൂടി വെക്കുന്നുണ്ട്. കുറേ ലൂസാക്കണ്ട. ഗ്യാസെല്ലാം തിളച്ചിട്ട് വന്നപ്പോഴാണ് നമ്മുടെ കഥ നായിക. ഇതില്ലാണ്ട് ഒരു കറിയും എൻ്റെ അടുത്ത് പോലെ നമ്മളെ കഥാനായികനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നായികയും വന്ന് ചേർന്ന സ്ഥിതിക്ക് ഇതിലേക്ക് മെയിനായിട്ടുള്ള നായകൻ കൊണ്ടേ നായകനും വന്നാൽ സെറ്റാവും. അപ്പൊ നമുക്ക് നായകനെ ചട്ടിയിലേക്ക് ഇടാം. അതായത് നമ്മള് കട്ട്ല മീനത് കട്ട്ലന്റെ തോല് എന്തെല്ലാം ഉണ്ട് കട്ട്ലയിൽ അതെല്ലാം ഞാൻ ഇടുന്നുണ്ട്. തല എടുക്കൊണ്ടതാണ്. തല എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കട്ട്ല മീനാണ് കറി വെക്കുന്നത്. അപ്പൊ മീൻ നമുക്കെല്ലാം മീനിട്ട് കൊടുക്കാം. സെറ്റാക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പാടില്ല, പൊടിയാവും. എന്നെങ്കിലും ഇതൊന്ന് നമുക്ക് കുറച്ച് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് തൊടണ്ട. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ട് കൊടുത്തു. നല്ല വെള്ളത്താക്കട്ടാ. ഫുൾ സെറ്റായിട്ട് ഇപ്പൊ മീൻ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട്. തളിച്ചിട്ട് ഇനിയും അത് തളിച്ചെങ്കിൽ പൊടിയും മീനും. അപ്പൊ നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമന്റ് ആക്കണം എങ്ങനെയുണ്ടെന്ന്. അത് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അരച്ച മുള തന്നെ. ഓക്കെ ബൈ, സി യു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്തോളം അസ്സലാമു അലൈക്കും. ബൈ.